കയ്യിൽ ചില വരകൾ ഉണ്ടാകും നമ്മുടെ കൈകളിൽ 18 അതേപോലെ 81. ഞാൻ ഇങ്ങനെ കുട്ടികളോട് ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ചോദിച്ചു, കയ്യില് വരയുണ്ട്, അതെന്താണെന്നറിയോ? കുട്ടികൾ പറഞ്ഞു, അത് അള്ളാഹുവിന്റെ ഇസ്മുൽ ആലമിന്റെ എണ്ണാണ്. അഥവാ 18, 81, 99 അള്ളാഹുവിന്റെ 99 പേരാണ്. നമ്മൾ കണ്ടുപിടിച്ച നമ്മുടെ സങ്കല്പം. എന്തിനാ ഈ കൈകളുടെ ഇടയിൽ ഒരു വരകൾ? എന്തിനാണ്? കൈ ഇങ്ങനെ മടക്കാൻ വേണ്ടിട്ടാണ്, കൈ മടക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ പിന്നെ ജ്യോത്സ്യന്മാർക്ക് നോക്കിയിട്ട് നീ 2 പെണ്ണ് ഇട്ടോ എനിക്ക് എത്ര പൈസ ഉണ്ടാവും എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ഈ വരകൾ നോക്കിയിട്ടാണ് ചില ആളുകൾ എന്ത് കണക്ക് പറയാ, കൈ നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഈ കൈയുടെ വരകൾ എന്ന് പറഞ്ഞാൽ അതൊക്കെ അള്ളാഹുവിന്റെ വളരെ ശാസ്ത്രീയമായ സൃഷ്ടിപ്പാണ്, വളരെ കോർവയോട് ഘടനയോടുകൂടിയുള്ള സൃഷ്ടിപ്പാണ്. ഈ വിരലുകൾക്കിടയിലുണ്ടല്ലോ, വിരലുകൾ മടക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ വിരലുകളിൽ 3 വരയുള്ളത് കൊണ്ടാണ്. അതുപോലെ ഈ പേശികൾ, ഇറച്ചികൾ അതിങ്ങനെ ചേർന്ന് നിൽക്കണമെങ്കിൽ അവിടെ വരയിൽ ചേർന്ന് നിൽക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഈ വരകൾ പോലും തന്നത്. അതില്ലെങ്കിൽ നമ്മൾ കൈമടക്കാൻ പറ്റൂല. അതേപോലെ നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് നോക്കൂ നിങ്ങൾ. മുകളിലേക്കാണ് 4 വരലുകൾ, ഒരു വരല് മാത്രം ഇങ്ങോട്ട് ചെരിഞ്ഞു നിൽക്കാൻ. ഇങ്ങനെയല്ലേ കൈപ്പത്തി? ഒരു മനുഷ്യന്റെ കൈപ്പത്തി ഇങ്ങനെയാണ്. എന്താണ് ഈ വിരലിന്റെ ഇതിന്റെ കൂടെ മേലോട്ടേക്ക് പൊങ്ങി നിൽക്കാത്തത്? 5 വിരലും ഒന്നിച്ചെന്റെ മേലോട്ടേക്ക് മുകളിലേക്ക് പൊങ്ങി നിൽക്കാത്തത്? അങ്ങനെ നിന്നാൽ ഒരു പാന പിടിക്കാൻ കഴിയില്ല, ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, വേറെന്തെങ്കിലും ഒരു വസ്തു ടൈറ്റ് ആയിട്ട് പിടിക്കാൻ കഴിയില്ല. ഇത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണ്.